ഫ്രണ്ട്സ്, അപ്പം ബിഗ് ബോസ് 7-ലുണ്ടല്ലോ, സീസൺ 7-ലെ അൺഫിറ്റ് ആയിട്ടുള്ള 5 പേര് ആരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. ആദ്യമേ ശൈത്യയുടെ പേര് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശൈത്യ അത്ര ആക്റ്റീവ് ഒന്നും അല്ല അല്ലേ. അപ്പം ശൈത്യ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും, അത്ര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയുന്നതിന് വെച്ചാൽ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശാരിക കലാഭവൻ പുള്ളിയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അനീഷിനെ ഒന്ന് ചൊറിഞ്ഞ് ചെല്ലും. അനീഷ് പിന്നെ എല്ലായിടത്തും ചൊറിഞ്ഞ് നിൽക്കുന്ന ടീമാണല്ലോ. അല്ലാതെ കണ്ട് പുള്ളി അത്ര വലിയ ആക്റ്റീവായിട്ടൊന്നും കാണിക്കുന്നതൊന്നുമില്ല. ഞാൻ എപ്പോഴും ഗെയിം ചെയ്യാനാണ് വന്നത്, അല്ലാതെ തിന്നാനല്ല, പിന്നെ എന്താ പറയുക ഒരുങ്ങി നടക്കാനല്ല, പിന്നെ ഡ്രസ്സ് ഇട്ട് നല്ല നടക്കാനല്ല. 2 ഡ്രസ്സ് ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിഴിഞ്ഞൊക്കെ ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളി ഗെയിം കളിക്കാനാണ് വരുന്നതെങ്കിലും എനിക്ക് പുള്ളിക്കാരിയുടെ ഗെയിം എനിക്കതിനകത്തൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മൂന്നാമത് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട രേണുസുതിയാണ് കേട്ടോ. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിവാദവും നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റമായിട്ട് വന്ന് നമ്മുടെ ലാലേട്ടനൊക്കെ വിളിച്ച് നമ്മുടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഏറ്റവും വലിയ പിന്നെ നല്ല ഒരു റിയാലിറ്റി ഷോയിലോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ ചടഞ്ഞു കുത്തിയൊരു ഇരിപ്പാണ്. സത്യത്തിൽ പുള്ളി അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നത് കാണാനാണ് ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷേ പുള്ളി അങ്ങോട്ട് ആക്റ്റീവ് ആകുന്നില്ല. മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും പുള്ളി എപ്പോഴും അങ്ങ് ഡള്ളാണ്. പുള്ളിക്ക് ആക്റ്റീവ് ആകണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ പലപ്പോഴും ഇല്ല. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി അക്ബറിനോട് എന്നൊരു വാക്ക്, ഇപ്പം മനുഷ്യനല്ലേ, അല്ലാതെ മൈൻഡ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും, അപ്പോൾ അക്ബറിനോടൊന്ന് ക്ഷമിക്കാം എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി ഇന്നലെ ഹാർട്ടിൻ്റെ ലവൊക്കെ കൊണ്ട് കൊടുത്തിട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും പുള്ളി ക്ഷമിച്ച് തോന്നില്ല. പക്ഷേ എനിക്കതൊക്കെ അങ്ങ് വിഷമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ രേണുസുതി അത്ര ആക്റ്റീവ് അല്ല കേട്ടോ. ആക്റ്റീവായ അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരാളാണ് രേണുസുതി. അപ്പം മൂന്നാമത് അത്ര അൺഫിറ്റ് അല്ലാത്ത ഒരാളെന്ന് പറയുന്നത് ഞാൻ രേണുസുതിയുടെ പേര് തന്നെയാണ് പറയുന്നത്. പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജിസേലിനെ തന്നെ പറയും അല്ലേ. കാരണം ജിസേൽ നല്ല രീതിയിലുള്ള നിയമ ലംഘനമാണ് അവിടെ കാണിക്കുന്നത്. കാരണം 1 അല്ല 2 അല്ല 3 പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസും പറഞ്ഞതാണ്. ലാലേട്ടനും വന്നിട്ട് പറഞ്ഞ് ഇനി ഒരു തരത്തിലും ഇനി പിന്നെ ഇങ്ങനെ തെറ്റ് ചെയ്യരുത്, മറ്റുള്ളവർക്കൊക്കെ ചെയ്യാം, എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ തരാൻ പറഞ്ഞാൽ തന്ന് ജിസേൽ മാത്രം ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ പാത്ത് വെച്ചിട്ട് യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ല ലാലേട്ടാ സോറി എല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെയും കണ്ട് പിന്നെ ജിസേലിൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ജിസേൽ നല്ല രീതിയിൽ കള്ളത്തരം കാണിച്ച് അതൊക്കെ മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ ഒരു ലാലേട്ടൻ ഇനി ഒരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ലാലേട്ടൻ ജിസേൽ എത്രയും പെട്ടെന്ന് പുറത്ത് വരൂ, ബാഗൊക്കെ എടുത്ത് പുറത്ത് വരൂ എന്ന് പറഞ്ഞതിനകത്തും യാതൊരു അത്ഭുതവും ഒന്നും കാണാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അതുകൊണ്ട് ജിസേൽ അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ജിസേലിൻ്റെ പേരായിരിക്കും പറയുന്നത്. അല്ല, നമ്മുടെ ആദിലയും നൂറയും അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ല അവർ കാഴ്ചവെക്കുന്നത്. പിന്നെ അവർ എന്താ പറയുക അത്ര ആക്റ്റീവ് ഒന്നും അല്ല. എന്നാൽ അത്യാവശ്യം ചില സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് അങ്ങ് രണ്ടുപേരും അത്ര ആക്റ്റീവ് ഒന്നും അല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞെങ്കിലും എൻ്റേതായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ ഒക്കെ പറയാനുള്ളതെല്ലാം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയ 5 പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇതിൽ നിന്നും മാറും അല്ലെങ്കിൽ അൺഫിറ്റാണ് അല്ലെങ്കിൽ അവരത്ര ആക്റ്റീവ് അല്ല എന്ന് തോന്നുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.